അയ്യോ എന്താട്ടാ ഈ തൊലി ഇങ്ങനെ വലിയുമ്പോഴേ ഭയങ്കര വേദന. ഇനിയുണ്ട് ഒരു ഗുളികയും കൂടി. ഇനി എന്തിനു എന്താ ഈ ഗുളിക തന്നെ തിന്നോണ്ടിരിക്കണത്? അത് പിന്നെ കഴിക്കാതിരിക്കാൻ പറ്റുമോ? അത് പിടിച്ചേ. അപ്പൊ രാവിലെ കഴിച്ചല്ലോ. അതെല്ലാം ഗുളികയൊക്കെ കഴിക്കണം. ആന്റിബയോട്ടിക് ആണ്. വാഴഞ്ചേ ആ വെള്ളം കുടിക്ക്. കുടിക്ക്. കള്ളത്തിന് കാണിക്കണം. അങ്ങോട്ട് മാറട്ടെ ഏട്ടാ. ഇപ്പൊ വേനയുണ്ടോ? ഈ കൈ അങ്ങനെ പൊക്കുമ്പോ ഭയങ്കര വേദന. കൈ പൊക്കരുതെന്ന് ഡോക്ടർ പറഞ്ഞല്ലേ, പിന്നെ എന്തിനു പൊക്കി നോക്കണേ? വെള്ളം കുടിച്ചോ നല്ലോണം. മതി. ഇത്രയും ഗുളിക കഴിക്കണല്ലേ? ഇതെന്താടാ ഇത്? ഇത് ഇത്തിരി പെയിന്റും ബ്രഷും ഒക്കെയാണ്. അത് ശരി. രോഗിയെ കാണാൻ വരുമ്പോ പെയിന്റും ബ്രഷൊക്കെ ആയിട്ടാണ് വരുന്നത്. വല്ല ആപ്പിള മുന്തിരിയൊക്കെ വാങ്ങിച്ചു വന്നൂടെ? ഞാനേ ഇത്തിരി സാധനങ്ങൾ മേടിക്കാൻ മാർക്കറ്റിൽ പോയ വഴി സത്യേട്ടനെ കണ്ടിട്ടൊന്ന് പോവാന്ന് കരുതിയിട്ടാണ്. ഇതിപ്പോ എവിടെയാ? ഇത് നമ്മുടെ ആ ബെന്നി സാറിന്റെ വീട്ടിലേ ആ റിസോർട്ടിൽ ഒരു മുറി മുഷിഞ്ഞിട്ടുണ്ട്. ആരാണ്ട് എന്തോ ബീഫ് തിന്നിട്ട് കൈ ഇങ്ങനെ പിടിച്ചതിന്റെ പാട് കിടക്കുന്നു. അപ്പൊ ഒന്ന് മെനയാക്കി കൊടുക്കാൻ പറഞ്ഞു. അപ്പൊ ഇത്തിരി പൈസ തന്നപ്പോ ആ സാധനവും മേടിച്ച് ആ പണി ചെയ്യാന്ന് ഓർത്താണ്. അല്ല ഉള്ളിനെ കണ്ടപ്പോ പറഞ്ഞല്ലോ ആശാന് 10-20 ദിവസം കഴിഞ്ഞിട്ട് റെഡി ആവുള്ളൂ എന്ന് പറഞ്ഞപ്പോ നീ ഒന്ന് ചെയ്യുന്നു പറഞ്ഞു. അങ്ങനെ സ്വന്തമായിട്ട് പടി പിടിക്കാണ്. അങ്ങനെയൊന്നുമില്ല. ആശാൻ വരുമ്പോ വൈകുമല്ല. അപ്പൊ അത്യാവശ്യമായിട്ടൊരു ഗസ്റ്റ് വരും. അപ്പൊ ഒന്ന് മെനയാക്കാൻ പറഞ്ഞോണ്ട് ഏറ്റാണ്. ആശാനോട് പറയാതെ ഞാൻ പണി പിടിക്കൂ. അല്ല ഇപ്പൊ ഡോക്ടർ എന്ത് പറഞ്ഞിപ്പോ? ഇതിപ്പോ 2 ആഴ്ച കഴിയുമ്പോ ഡോക്ടർ പറയും ഇത് കഴിക്കാൻ പറ്റുമോ ഇല്ലയോന്ന്. എനിക്ക് തോന്നാനുള്ള. അത് നിനക്ക് തോന്നില്ല? പിന്നെ 2 ആഴ്ച കൊണ്ട് ഇത് ഭേദാവെന്നാ വിചാരിക്കണ്. മുഖമൊക്കെ എംബൈന്റെ പേപ്പർ പിടിച്ച പോലെയല്ല. പ്രൈമറും കൂടി അടിച്ചാ മതി. അതേ അന്ന് ഹോസ്പിറ്റലിൽ വന്നപ്പോ ഞാൻ ചോദിക്കാൻ പറ്റിയില്ല എന്താ ഉണ്ടായത് സത്യത്തില്. അന്ന് നമ്മൾ ആ മന്മഥന്റെ വീട്ടിൽ നിന്ന് ഒരുപാട് വൈകിട്ടല്ലേ പണി മാറ്റിയത്. ഒരു 8 മണി അടുത്തായിട്ടുണ്ടെന്ന് കഴിയുമ്പോ. എന്നിട്ട് ഞാൻ മൂപ്പരുടെ വണ്ടി എടുത്ത് നേരെ റോട്ടിലേക്ക് ഇറങ്ങിയതാണ്. കുറച്ചങ്ങോട്ട് പോയി കഴിഞ്ഞതിന് ശേഷം പിന്നെ നേരെ റോഡ് നിരന്ന് കിടക്കല്ലേ. ഒന്നട ആക്സിലേറ്റർ കൂട്ടി കൊടുത്തുള്ളൂ. അപ്പോഴേക്ക് എവിടുന്നാണെന്ന് അറിയില്ല ഒരു പട്ടി വന്ന് നേരെ അങ്ങോട്ട് ക്രോസ് ചെയ്യടിച്ചു. ഈ പട്ടിക്ക് ചെന്നങ്ങോട്ട് ഇടിച്ചിട്ട് പട്ടി ഒരു വഴിക്കാണ് പോയി. പക്ഷെ വണ്ടിന്ന് പറഞ്ഞ് വണ്ടി ഒരു സൈഡിലേക്ക് ഞാൻ വേറൊരു സൈഡിലേക്ക് ആയി. മുഖമൊക്കെ റോഡ് കൂടെ വെച്ചാണ്ട് വരച്ചിട്ട്. എനിക്ക് ശ്രദ്ധ ഉണ്ടായിരുന്നു, പക്ഷെ പട്ടിക്ക് ശ്രദ്ധയില്ലാണ്ട് പോയി. അതല്ലേ ഭാഗ്യത്തിന് ഇത്രയല്ലേ പറ്റുള്ളൂ. ചിലവരുടെ പട്ടി വട്ടം ചാടിയിട്ട് ആള് തന്നെ മരിച്ചു പോയിട്ടുണ്ട്. അതേന്നെ, ഇത് ഇവിടുന്ന് അന്ന് നടന്നു പോയ ആളാണ്. വല്ല കാര്യമുണ്ട് ആ സ്കൂട്ടർ എടുത്തോണ്ട് വരണ്ട്? എടി അങ്ങേരുടെ പാല് കാച്ചലാണ്. പണി നേരത്തെ തീർത്തു കൊടുക്കണം. അപ്പൊ രാവിലെ തന്നെ പണിക്ക് ചെല്ലാലോ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ആ വണ്ടി എടുത്ത് പോകുന്നത്. പക്ഷെ ഇത് ഇങ്ങനെ വരുന്നുള്ളത് അറിയില്ലോ. ഏത് നേരത്താണ് ആ കുരുത്തം കെട്ട പട്ടി വന്ന് ചാടിയത് എനിക്കറിയാൻ വയ്യ. ഇതിപ്പോ നമ്മളാകെ പെട്ട് പ്യാരി. പണിക്കും പോകാൻ പറ്റൂല. നമ്മളൊക്കെ അന്നന്ന് കിട്ടണോണ്ട് കഴിയണല്ലേ. ഇതിപ്പോ കോവിഡ് കഴിഞ്ഞ് കുറച്ചു ദിവസം പണി കിട്ടിയല്ലോ എന്ന് ആശ്വസിച്ചാണ്. അത് മുഴുവൻ ആശുപത്രിയിൽ പോയി. വാടക കൊടുക്കാന്ന് വിചാരിച്ചാണ് ഞാൻ. ഇനിയിപ്പൊ അതൊക്കെ എന്ത് ചെയ്യുമെന്നാണ്. കടവും കടത്തുമ്മേ കടവും. ആ രാഘവേട്ടപ്പോ 1 നാളായിട്ട് വരും. അയാൾക്ക് ഇപ്പൊ ഈ വാടകയുടെ അത്യാവശ്യമൊന്നുമില്ല. പക്ഷെ എന്നാലും വന്ന് ചോദിക്കും. കറക്റ്റ് ടൈമിൽ വരുമെന്ന്. കൈയൊടിഞ്ഞു കാലൊടിഞ്ഞോ ഒന്നും മൂപ്പരോട് പറഞ്ഞിട്ട് കാര്യമില്ല. തല പോയാലും മൂപ്പർക്ക് വാടക വേണം. ആ കോവിഡിന്റെ സമയത്ത് ഒരു 2 മാസം കഴിഞ്ഞിട്ട് തരാൻ ഞാൻ വാടക എന്ന് പറഞ്ഞ് സമ്മതിച്ചില്ല എന്നയാള്. ഒന്നും പറഞ്ഞ് വെറുപ്പിക്കാൻ നിൽക്കണ്ട. ഈ സമയത്ത് ഇനി ഇവിടുന്ന് കൂടി ഇറങ്ങാൻ പറഞ്ഞ് എങ്ങോട്ട് പോകാനാണ്? അതൊക്കെ എന്നെ ആലോചിച്ചിട്ട് ഒരു എത്തും പിടിയില്ല പേര്. ചെയ്യാനാണ്. ആ സത്യമായിട്ട് ഒരു കാര്യം പറയാൻ വിട്ടുപോയി. ഇതുപോലെ തെരുവുവെട്ടിക്കാരനും ഉണ്ടാകുന്ന അപകടങ്ങൾക്കേ നമ്മുടെ പഞ്ചായത്തിൽ നിന്ന് ധനസഹായം കൊടുക്കണമെന്ന് കേട്ടിട്ടുണ്ട്. അങ്ങനെ കിട്ടൂ? ആ നമ്മുടെ ആ സജീവൻ ഇതുപോലെ ഉണ്ടായപ്പോ അവൻ അതിനുവേണ്ടി നടക്കണ്ടായി. അതെയാ? ആ അയ്യോ, എന്നാ പിന്നെ നമുക്ക് കിട്ടേണ്ടതാണല്ലോ. പിന്നെ അല്ല, അങ്ങനെ പൈസ തരൂ? നമ്മൾക്ക് ചെലവായ പൈസ കിട്ടുമെന്നാ കേൾക്കണത്. ഈ ഡോക്ടർ ഇല്ലേ, ആ ഡോക്ടർ ഒരു സർട്ടിഫിക്കറ്റ് ആയിട്ടൊന്ന് പഞ്ചായത്തിൽ ചെന്നാ മതി. എന്നാ നമുക്ക് എന്തായാലും കൊടുക്കട്ടാ. അതിപ്പോ അത് കിട്ടി കഴിഞ്ഞാൽ വലിയ ആശ്വാസം. അത് തന്നെ, ആ വാടക കൊടുക്കാനുള്ള പൈസ എങ്കിലും ഉണ്ടാവുമല്ലോ. എന്നാ നമുക്ക് ഡോക്ടറോട് പോയെന്ന് ചോദിക്കാം. ഒന്ന് ആശ്വാസമായാൽ നിങ്ങൾ രണ്ടും കൂടി ചെന്നിട്ട് ആ ഡോക്ടറെ ഒന്ന് കാണും. ഞാനന്ന് ഈ പണി ചെയ്തിട്ട് വരാം. പിന്നെ വെച്ചോ, എന്നെ പണി പഠിപ്പിച്ച ആശാനിൽ ഇത് ഇരിക്കട്ടെ. വാങ്ങിക്കോ ചേച്ചി വെച്ച എന്തേലും ചെറിയ അത്യാവശ്യങ്ങൾക്കേ
അപ്പൊ എന്തെങ്കിലും കാര്യം ഉണ്ടെങ്കിൽ വിളിച്ചാൽ മതി കേട്ടാ. ഓ ആയിക്കോട്ടെ, എന്ത് കാര്യം ഉണ്ടാവാനാണ് വെറുതെ ഇല്ല വിളിച്ചോ എന്തുണ്ടെങ്കിലും ഞാനിത് ഉച്ച കൊണ്ട് അങ്ങോട്ട് തീർക്കും. വലിയ പബ്ലിസിറ്റി കൊടുക്കണ്ട. ഇല്ല ഇല്ല ഇല്ല. ആ ഞാൻ എല്ലാവരോടും പറയുകയെ. ഏട്ടാ നമുക്ക് എന്നാ ഇന്ന് തന്നെ പോയി ഡോക്ടറെ അടുത്ത് ചോദിച്ചാലോ സർട്ടിഫിക്കറ്റ്? ഇന്നിനിപ്പോ പോണോ? നാളെ പോവാ. എന്നാ നാളെ രാവിലെ പോവാം. സത്യശീലൻ, സത്യശീലൻ ആ ഉണ്ടോ? ആളുണ്ടോ? ഉണ്ട് ഉണ്ട്, വിളിക്കും. ഞാൻ വിളിക്കാം. സത്യേട്ടാ, സത്യേട്ടാ. ആ ആ ആഹാ പത്മ സാറേ, പതുക്കെ, പതുക്കെ. ഒന്നും പറയണ്ട, ആകെ കാലക്കേട് എന്ന് പറഞ്ഞാൽ മതിയല്ലോ. അതെ, ചെയ്യുന്ന ജോലിയിൽ ഉത്തരവാദിത്വവും കൃത്യതയും ഇല്ലെങ്കിൽ ഇതല്ല ഇതിലും വലുത് വരും. എൻ്റെ കൊച്ചേ എങ്ങോട്ട് നോക്കിയേ? കഴിഞ്ഞ മാസം എൻ്റെ വീടിൻ്റെ പാല് കാച്ചി വെച്ചിരുന്നതാണ്. നിങ്ങളുടെ പെയിന്റിങ്ങിന്റെ പണി തീരാത്തോണ്ട് മാത്രമാണ് ഈ മാസത്തോട്ട് മാറ്റിയത്, ഇല്ലേ? അതെ, അത് തിരക്ക് കൂടുതലായതുകൊണ്ട്. അപ്പൊ കഴിഞ്ഞ മാസം എൻ്റെ വീട്ടിൽ വന്ന് ആ പണി തീർത്ത് തന്നിരുന്നെങ്കിൽ ഈ മാസം ഇപ്പൊ തന്റെ പണിക്ക് വേണ്ടിയിട്ട് എൻ്റെ സ്കൂട്ടർ എടുത്തോണ്ട് പോയി അടുത്ത ദിവസം രാവിലെ വരേണ്ട ആവശ്യം ഉണ്ടാവുമായിരുന്നോ? അല്ല അതിപ്പോ ഏതായാലും ഞാൻ ചോദിച്ചോട്ടെ, അതിന് സമാധാനം പറയും. ഇല്ലല്ലോ ഇല്ലല്ലോ. അപ്പൊ തന്റെ പിടിപ്പുകേടാ. മാസത്തിൽ 30 ദിവസമേ ഉള്ളൂ, പക്ഷെ ഇയാൾക്ക് 35 ദിവസവും പണിയുണ്ട്. എല്ലാ പണിയും പിടിച്ചിടും. എന്നിട്ട് മറ്റുള്ളവന്റെ പണി സമയത്ത് തീർത്ത് തരൂല. താൻ വീണേൻ്റെ അന്ന് രാത്രി നല്ല വിഷമം ഉണ്ടായി എനിക്ക്, എങ്ങനെ ബാക്കി പണി തീർക്കും എന്നുള്ളത്. പിന്നെ ഒന്നും നോക്കിയില്ല, ഞാനും എൻ്റെ ഭാര്യ എൻ്റെ മക്കളും കൂടെ പെയിന്റും ബ്രഷും എല്ലാം കൂടെ എടുത്ത് ഒരു രാത്രി കൊണ്ട് തന്നെ അടുക്കള ഫുൾ അങ്ങ് അടിച്ച് തീർത്ത്. അതോടെ പണി തീർന്ന്. ഈ അടുക്കള അടിക്കാൻ 2 ദിവസം വേണമെന്ന് പറഞ്ഞാണ്. ഭയങ്കര കഷ്ടമാണ് നിങ്ങളെയൊക്കെ. പിന്നെ അതൊക്കെ പോട്ടെ, അതൊന്നും എൻ്റെ വിഷയമല്ല. എങ്ങനെ നമ്മുടെ ബാക്കി കാര്യം? ബാക്കി ഇനിയിപ്പോ 15 ദിവസം അങ്ങനെ ഒതുങ്ങിയിരിക്കണം എന്നാ പറഞ്ഞത്. അത് കഴിഞ്ഞിട്ട് ഇനി ഡോക്ടറെ പോയിട്ട് കാണണം. അപ്പൊ എന്താ പറയാന്നുള്ളത് അറിഞ്ഞൂടാ. അയ്യോ, ഞാൻ ഇതല്ലേ ചോദിച്ചു, ഇത് എൻ്റെ വിഷയമല്ല. ബാക്കി പണിയുടെ കാര്യം എങ്ങനെയാന്ന്? അല്ല മുതലാളി, പണി തീർന്നില്ലേ? വീട് പണി തീർന്നു. ആ, പക്ഷെ താൻ കൊണ്ടുപോയി തള്ളിയിട്ടില്ലേ എൻ്റെ വണ്ടി? എൻ്റെ അച്ഛൻ്റെ വണ്ടി ഞാൻ ഒരു മനുഷ്യന് ഇതുവരെ കൊടുത്തിട്ടില്ല. എൻ്റെ അച്ഛൻ്റെ ഓർമ്മയ്ക്കായിട്ട് സൂക്ഷിച്ചിരുന്ന വണ്ടിയാണ്. ആദ്യമായിട്ട് കൈമാറി ഓടിച്ച ഇയാൾ അത് അതിനെ കൊണ്ട് അങ്ങനെ ആക്കി. ടിപ്പുവിൻ്റെ വർക്ക്ഷോപ്പിൽ കയറ്റിയിട്ടുണ്ട്. 8000 രൂപയാണ് പണിക്ക് പറഞ്ഞേക്കണം. 8000 രൂപ? പിന്നെ ഒരു കാര്യം ചെയ്യും, താൻ മുഴുവനൊന്നും കൊടുക്കണ്ട. ഒരു 1000 രൂപ ഞാൻ കൊടുത്തേക്കാം, ബാക്കി 7000 രൂപ താൻ കൊടുത്തേക്കാം. ഞാന് മുതലാളി ഒരു കാര്യം ചെയ്യും. ഇപ്പൊ ഏതായാലും ഇപ്പൊ എത്ര പൈസയാണ് ആവുക, അത് മുതലാളി അങ്ങ് കൊടുത്തോ. പക്ഷെ ആ പൈസ ഞാൻ തരാം. പൈസ അങ്ങനെ കൊടുക്കണില്ല ഞാൻ. അല്ല അത് ഞാൻ തരാം. ഇതുപോലെ പറഞ്ഞാണ് താൻ പെയിന്റിങ്ങിന് എൻ്റെ അഡ്വാൻസ് ആയിട്ട് വാങ്ങിച്ചത്.